मूवी कैसा है भाई? हाँ, मूवी सुपर मूवी। वरुण धवन अच्छा मूवी बनाया। उसका शो में सबसे ज़्यादा वही फिल्म मुझे अच्छा लगा। और नेक्स्ट में लास्ट सलमान खान आया, उसका भी पार्ट अच्छा था। और छोटा एक बच्चा था ना, उसका भी कहानी, फैमिली कहानी बहुत मस्त कहानी था। और अच्छा सुपर मूवी। भाई बोलो। थैंक यू वरुण धवन, थैंक यू, नाइस, बहुत अच्छा लगा। लाइफ का सबसे बेस्ट मूवी वरुण धवन। आई लव यू सो मच वरुण धवन भाई। ओके, वो एक्ट्रेस का राइटिंग एक्टर सब कुछ अच्छा है उसमें, बहुत कुछ अच्छा लगा मुझे, बहुत कुछ अच्छा लगा। क्या बोलूँ, लाजवाब है, बोलने का कुछ भी नहीं है। बहुत अच्छा लगा, बहुत अच्छा लगा। सबका एंट्री अच्छा लगा, बहुत अच्छा लगा। ओके, डायरेक्शन एक्टिंग बहुत 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 अच्छा लगा मुझे, बहुत अच्छा लगा, बोलने का कुछ भी नहीं है। हाँ, എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ? എനിക്ക് അല്ലി എന്നുള്ളൊരു രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നല്ലൊരു ട്രൈ ആണ്. കാരണം എല്ലാവരും പറഞ്ഞ ജവാൻ അതേപോലെ റീമേക്ക് എടുത്ത് അതേപോലെ എല്ലാ തമിഴ് പടവും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നല്ല നമ്മൾ തെറി പ്രതീക്ഷിച്ച് പോകുന്ന സമയത്ത് തെറിയും കാട്ടി കുറച്ചും കൂടി സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റായിട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ ആ ഒരു ഇത് പറയണം, സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കണം, അതിൻ്റെ ഡയറക്ടറാണ് സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ തെരിയുടെ ബീജിയം ഒന്നും വരാത്തതുകൊണ്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൻ്റെ പകുതി വരെ വരുൺ ധവാൻ ഒരു മാച്ച് ഉണ്ട്. അതൊരു നമ്മൾ വിജയുടെ ആ ഒരു സ്വാഗും മാസവും എടുത്ത് വരുമ്പോഴത്തേക്ക് വേണ്ട കുഴപ്പമില്ല, ലുക്സൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു മാച്ച് ആവുന്നില്ല ഒരു മാസത്തിന് വേണ്ടിയിട്ട്. പക്ഷേ അവസാനം ക്യാമിയോ വന്നു കഴിയുമ്പോഴത്തേക്കും പടത്തിൻ്റെ റേഞ്ച് തന്നെ മാറും, നമ്മൾ കൊടുക്കുന്ന കാശിന് പുറത്താവും. ആ ഒരു ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ കൊടുത്ത റീമേക്ക് അത്ര വന്നിട്ടില്ല. നമുക്ക് ഡൽഹിയിൽ കുറേ ഈ മാസമായിട്ടും അങ്ങനെ കുറേ സീൻസൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇതിലങ്ങനെ എല്ലാം ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് ഒന്നും തോന്നത്തില്ല. പിന്നെ ലാസ്റ്റിൽ ക്യാമിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര കാണണമെന്നില്ല. ഇത് 2 ദിവസത്തിൽ കൂടുതൽ ഓടത്തില്ല. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് പോകുന്ന ഒരു റീമേക്ക്, അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് നമുക്ക് ഹൈ മൊമെൻറ്റ് കിട്ടുന്ന ഒന്നുമില്ല. നമ്മൾ ഒരുപാട് ട്രോളും വിജയെ നമ്മൾ ഒരുപാട് ട്രോളും നമ്മൾ രക്ഷകനാണ് ഒരേപോലെയാണ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും വിജയ്ക്ക് മാത്രമേ അത് പറ്റുള്ളൂ. വരുൺ ധവാൻ ചെയ്യുമ്പോൾ ശരിക്കും നമുക്കൊന്നും ഫീൽ ചെയ്യുള്ളൂ അതിനെപ്പറ്റി. അങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് വെച്ചാൽ, പക്ഷേ നമുക്ക് ഫീൽ ചെയ്യാനായിട്ടൊന്നും ഇല്ല. നമുക്ക് ആ ഒരു ഗൂസ് ബംപ് മൊമെൻ്റ് ഒന്നും കിട്ടുന്നില്ല. ഇതിൽ ഇമോഷണൽ സംഭവത്തിനൊന്നും ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. മറ്റു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും തോന്നുന്നില്ല. ഓക്കെ, എന്താണ് തെരിയുടെ അത്ര വന്നിട്ടില്ല എന്നാണോ ആ റീമേക്ക്? ഓക്കെ, അതിൽ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ട് എന്നാലും? ഓക്കെ.